നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും ഭീഷണിയായി ജിഹാദിസം വളരുകയാണെന്നും ഭീകരവാദികളെ സൃഷ്ടിക്കാതിരിക്കാൻ മതപഠനം സുതാര്യമാക്കണമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ.പി. ശശികല ടീച്ചർ പറഞ്ഞു. ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച മാറാട് ബലിദാന ദിനം അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ജിഹാദിസത്തിന് കീഴടങ്ങണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കൂട്ടായ തീരുമാനം എടുക്കേണ്ട സമയമാണിത്. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ സമൂഹം സംഘടിതമായിരിക്കണം. മനസ്സുകളെ ശക്തിപ്പെടുത്താനാണ് ഹിന്ദു ഐക്യവേദി രൂപം കൊണ്ടത്. സംഘടനാ പ്രവർത്തനത്തിനപ്പുറം സമാജം ഒന്നടങ്കം പ്രശ്നപരിഹാരം തേടേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതത്തിന് മുകളിലാണ് കേരളം. മതപഠനം ഭീകരവാദികളെ സൃഷ്ടിക്കുന്നതാണെങ്കിൽ അതിനെപ്പറ്റി ഗൗരവമായി ചിന്തിക്കണം. മതപഠനം സുതാര്യമാക്കണം. കേരള സ്റ്റോറി സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ ഇല്ലെന്ന് സമർത്ഥിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അല്ലാതെ അതിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല. ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ മാറാട് ഇനിയും ആവർത്തിക്കും. ഇസ്ലാമിക തീവ്രവാദത്തിനും ജിഹാദിസത്തിനും മുന്നിൽ രാഷ്ട്രീയക്കാരുടെയും മാധ്യമങ്ങളുടെയും വായ അടഞ്ഞു പോകുന്നു, അവർ പറഞ്ഞു. ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന സംഘടനാ സെക്രട്ടറി വി മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ടി.എൻ. ഗോപാലൻ അധ്യക്ഷനായി. MC ഷാജി, C.K. ഗണേഷ് ബാബു എന്നിവർ സംസാരിച്ചു. A. കരുണാകരൻ, K. ഷൈബു, അഡ്വക്കേറ്റ് ബിനീഷ് ബാബു എന്നിവർ സംബന്ധിച്ചു. അതേസമയം മാറാട് ഇന്നലെ കാലത്ത് നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിച്ച RSS വിഭാഗ് സമ്പർക്ക പ്രമുഖ് A.K. വിജയൻ മാറാട് എന്നത് കേവലം സ്ഥലനാമമല്ലെന്നും അതൊരു ദിശാസൂചനയാണെന്നും വ്യക്തമാക്കി. 2003 മെയ് 2-നാണ് ഒരു കൂട്ടം മുസ്ലിം അക്രമകാരികൾ മാറാട് കടപ്പുറത്ത് വിശ്രമിക്കുകയായിരുന്ന 8 മത്സ്യത്തൊഴിലാളികളെ കൂട്ടക്കൊല ചെയ്തത്. 1921 ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലയാണ് മാറാട് നടന്നത്. ആസൂത്രിതമായ പദ്ധതിയായിരുന്നു ഈ കൂട്ടക്കൊലയിലൂടെ നടപ്പാക്കാൻ ഭീകരവാദികൾ ആഗ്രഹിച്ചത്. ആത്മാഭിമാനം പണയം വെച്ച് ആക്രമികൾക്ക് ആത്മവിശ്വാസം നൽകിയും 1921 ഹിന്ദുക്കൾ പലായനം ചെയ്യുകയോ മതം മാറുകയോ ചെയ്തുവെങ്കിൽ മാറാട് മതഭീകരതയെ അതിജീവിക്കുന്ന സാമൂഹ്യ കൂട്ടായ്മയാണ് ഉണ്ടായത്. ഇതിന് പിൻബലമായത് ഹിന്ദു സമൂഹത്തിലുണ്ടായ സംഘബോധമാണ്. രാഷ്ട്രബോധത്തെ വളർത്തിയെടുത്ത RSS പ്രവർത്തനത്തിലൂടെയാണ് അതുണ്ടായത്. രാഷ്ട്രഹിതത്തിനെതിരായി പ്രവർത്തിക്കുന്ന മതഭീകര സംഘടനകൾക്ക് പിന്തുണ നൽകുന്ന രാഷ്ട്രീയക്കാർ ഈ ദിശാസൂചന ഉൾക്കൊള്ളണം. വിഘടനവാദത്തെ പിന്തുണയ്ക്കുകയും ഭീകരതയെ വളർത്തുകയും മാറാട് നീതി നടപ്പിലാക്കുന്നതിന് തടസ്സം നിൽക്കുകയോ ചെയ്ത രാഷ്ട്രീയക്കാർ അത് തിരിച്ചറിയണം, അദ്ദേഹം പറഞ്ഞു. അനുസ്മരണ ചടങ്ങിൽ അരയ സമാജം പ്രസിഡന്റ് A. കരുണാകരൻ അധ്യക്ഷനായി. RSS കോഴിക്കോട് മഹാനഗർ സംഘചാലക് നാരായണകുമാർ, ബേപ്പൂർ നഗര സംഘചാലക് വിജയൻ മേനോക്കി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.